ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൽ അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. സ്കൈ നിയർ അറ്റ് ഹാൻഡിലെ കയ്യെത്തും ദൂരത്ത് ആകാശം. അപ്പോൾ ഇത് മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്കുള്ള നോട്ട്സും ഒക്കെ ഇതിൽ തന്നെ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഒരു കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. മുത്തശ്ശൻ ഒരു കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കും കൂടെ കഥ കേട്ടാലോ? മുത്തശ്ശൻ പറയാണ്, ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ് അല്ലേ? ആകാശം നിറയെ കഥകളാണ് എന്ന് മുത്തശ്ശൻ കുട്ടിയോട് പറയാണ്. വൈ ഡിഡ് ഗ്രാൻഡ് പാ സേ സോ? എന്തുകൊണ്ടായിരിക്കാം മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? ഈസ് ഇറ്റ് കറക്റ്റ് ടു സേ സോ? ഇത് ശരിയാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഡിസ്കസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡിസ്കസ് ചെയ്യൂ. ശരിയാണ്. കാരണം പണ്ട് കാലം മുതൽക്കേ ആകാശത്ത് നോക്കി കഥകൾ മെനയുന്നത് കേൾക്കാറുണ്ട്. മേഘങ്ങളുടെ രൂപം ഓരോ ജീവിയുടേതാണെന്ന് സങ്കല്പിക്കാറുണ്ട്. നക്ഷത്രങ്ങളെ നോക്കി അവർ നമ്മളെ നോക്കിയിരിക്കുകയാണെന്നും മരിച്ചവരാണ് നക്ഷത്രങ്ങളായി വരുന്നതെന്നും പണ്ട് കാലം മുതൽക്കേ കേൾക്കുന്ന ഒരു കഥയാണ്. അടുത്തത് ബിയോണ്ട് സ്റ്റോറീസ് അല്ലേ? കഥകൾക്കപ്പുറം. Since ancient times, the sky has been a wonder for humans. പ്രാചീന കാലം മുതൽക്ക് തന്നെ ആകാശം മനുഷ്യർക്കൊരു അത്ഭുതമായിരുന്നു. People often made up and propagated numerous stories about the celestial bodies. ആകാശ കാഴ്ചകളെപ്പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. It is human nature to cook up stories about the things they don't know and can't explain. തങ്ങൾക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക മനുഷ്യ സ്വഭാവമാണ് അല്ലേ? ഇനി ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നത് നോക്കിക്കേ. നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് അല്ലേ? If each star of a star cluster is connected to one another, figure of a girl can be seen. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. കണ്ടോ, അവിടെ പെൺകുട്ടിയുടെ രൂപം ഇങ്ങനെ നിഴൽ പോലെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? The story popular among the Greeks was that she was a princess and she was chained. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകൾ ഉണ്ടാക്കൂലേ, ഓരോന്ന് വെച്ചിട്ട്. The princess name was Andromeda. The name Andromeda is still used to identify this cluster of stars. ആൻഡ്രോമെഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രത്തിൻ്റെ പിന്നെ രൂപങ്ങൾ വെച്ചിട്ട് പണ്ട് കാലം മുതൽക്കേ ആളുകൾ കഥകൾ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ ഗ്രീക്കുകാർ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഈ നക്ഷത്രക്കൂട്ടങ്ങൾ ഒരു പെൺകുട്ടിയെ പരസ്പരം ചങ്ങലക്ക് ഇട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിന് അവർ ആൻഡ്രോമിഡ എന്ന് ആ ഒരു രാജകുമാരിക്ക് പേരും കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ആൻഡ്രോമിഡയുടെ കഥ കേട്ടാലോ? ദ സ്റ്റോറി ഓഫ് ആൻഡ്രോമിഡ. ആൻഡ്രോമിഡ വാസ് ദ ഡോട്ടർ ഓഫ് സെഫ്യൂസ് ദ കിങ് ഓഫ് എത്യോപ്യ ആൻഡ് ഹിസ് ക്വീൻ കാസിയോപ്യ. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. Cassiopeia was so proud that her daughter Andromeda was even more beautiful than the goddesses. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളേക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. This angered Poseidon, the god of the sea. He sent Cetus, a monster, to attack Ethiopia and thus to put an end to Cassiopeia's arrogance. കാസിയോപ്യയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായിട്ട് സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. കിങ് സെഫ്യൂസ് വാസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് ഡോട്ടർ ആൻഡ്രോമിഡ ടു സേവ് ദ കിങ്ഡം അല്ലേ? ഷീ വാസ് ചെയിൻഡ് ടു എ റോക്ക് ബൈ ദ സീ. പെർസ്യൂസ്, a heroic figure, then arrived and killed the monster. He rescued Andromeda and married her. അതായത് എന്താണ് മക്കളെ? രാജാവ് ആൻഡ്രോമിഡയെ ബലി നൽകാനായിട്ട് തീരുമാനിച്ച സമയത്ത് ഇതിനായിട്ട് അവർ കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് ആൻഡ്രോമിഡയുടെ കഥ.
Stories similar to Andromeda's are found in Indian, Chinese and Arab cultures. ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായിട്ടുള്ള കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലും ഉണ്ട്. ബട്ട് ദ വർ പീപ്പിൾ ഹൂ സെർച്ച്ഡ് ഫോർ ദ റിയാലിറ്റി ബിയോണ്ട് ദീസ് സ്റ്റോറീസ്. എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾ കഥകൾ ഉണ്ടാക്കാനുണ്ടാവും, എന്നാൽ അത് കഥകൾ ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. ദേ ആർ ദ ആസ്ട്രോണമേഴ്സ്. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. ഗലീലിയോ, കോപ്പർനിക്കസ് ആൻഡ് ന്യൂട്ടൺ ആർ ജസ്റ്റ് സം ഓഫ് ദം. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണും ഒക്കെ അവരിൽ ചിലരാണ്. ഇൻ ഇന്ത്യ ടു ദ വേർ ആസ്ട്രോണമേഴ്സ് ലൈക്ക് ആര്യഭട്ട ആൻഡ് ഭാസ്കരാചാര്യ. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. ആകാശക്കാഴ്ച നിങ്ങൾക്കും വിസ്മയമായി തോന്നിയിട്ടില്ലേ? ഡിഡിൻറ്റ് ദ സ്കൈ വ്യൂ അമേസ്ഡ് യു ടു? ഉണ്ടല്ലേ. നോക്കി നിന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അല്ലേ. എത്രത്തോളം വേണമെങ്കിലും നമുക്ക് ഓരോ മേഘങ്ങൾ വെച്ചും നക്ഷത്രങ്ങൾ വെച്ചും ആകാശത്തേക്ക് നോക്കി അതിൻ്റെ കളറ് മാറുന്നതും ഒക്കെ നോക്കി അങ്ങനെ നിൽക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ. പിന്നെയോ സ്കൈ വാച്ചിങ്, ആകാശ നിരീക്ഷണം. Can you imagine any shape in the dots given in the picture? Connect the dots and draw the shape you see. ചിത്രത്തിലുള്ള കുത്തുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? കുത്തുകൾ യോജിപ്പിച്ച് ആ രൂപം വരച്ചു നോക്കൂ. Did everyone get the same shape? എല്ലാവർക്കും ഒരേ രൂപമാണോ കിട്ടിയത്? ആയിരിക്കില്ലല്ലേ. പലർക്കും പല രൂപങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. Like this, we can imagine different shapes connecting the nearby stars which are seen in the sky. ഇതുപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാമല്ലോ. Many stories about the stars evolved in this manner. അല്ലേ. അങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകൾ ഉണ്ടായത്. The ancient people imagined certain ഷേപ്സ് കണക്റ്റിംഗ് ദ നൈബറിംഗ് സ്റ്റാർസ്. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും. പിന്നെയോ ദേ ഗേവ് ദ നെയിംസ് ഓഫ് മെത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് എക്സിസ്റ്റഡ് ഇൻ ദ റെസ്പെക്റ്റീവ് റീജിയൻ ടു ഐഡൻറ്റിഫൈ ദ സ്റ്റാർസ്. അതത് പ്രദേശങ്ങളിലെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ദേ ഒബ്സർവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് ദ ക്ലൈമറ്റ്. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കി. The farmers identified the relation of drought, rain and the recurring overflow of rivers with the position of stars. They used this information for farming. മഴ, വരൾച്ച, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തി. Moreover, the position of the stars helped the travelers to identify directions. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. ഇനി നമുക്ക് എന്താണ് ആകാശം എന്ന് നോക്കാം അല്ലേ. വാട്ട് ഈസ് സ്കൈ? എന്താണ് ആകാശം? വേർ ഡസ് ദ സ്കൈ ബിഗിൻ? എവിടെ നിന്നാണ് ആകാശം തുടങ്ങുന്നത്? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? വാട്ട് ഓൾ ഡു വി സീ ഇൻ ദ സ്കൈ വെൻ വി ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ദ എർത്ത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ആകാശത്ത് കാണുന്നത്? അപ്പം നമുക്കറിയില്ലല്ലേ എവിടെ നിന്നാണ് ആകാശം തുടങ്ങുന്നത് എന്നുള്ളത്. പിന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് കാണുന്നത്? നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും മേഘങ്ങളും അല്ലേ. ചന്ദ്രനൊക്കെ നമ്മുടെ കൂടെ നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും അല്ലേ. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ നടക്കുന്നതായിട്ട് നമ്മൾ നടക്കുന്ന അതേ ദിശയിലേക്ക് നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഇവിടെ ഒരു എയ്റോപ്ലെയിനും ഒരു പക്ഷിയും തമ്മിൽ സംസാരിക്കുന്നതാണ് കേട്ടോ. അവർ പറയുന്നത് എന്താണ്? വി ആർ ട്രാവലിംഗ് ത്രൂ ദ സ്കൈ ബട്ട് വിത്തിൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. അല്ലേ. ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിന് അകത്താണ്. It is in the Earth's atmosphere all the trees exist, the birds and the aircrafts fly and the clouds float. അല്ലേ. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം എവിടെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ദ മൂൺ, ദ സൺ ആൻഡ് ദ സ്റ്റാർസ് ആർ ഇൻ ദ സ്പേസ്. അല്ലേ. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് ബഹിരാകാശത്താണ്. അപ്പോൾ എന്താണ് ഇവിടെ? നമ്മുടെ
മരങ്ങൾ ഒരുപാട് വളർന്നു നിൽക്കുമ്പോൾ നമ്മൾ പറയൂലേ ആകാശം മുട്ടേ വളർന്നിട്ടുണ്ട് എന്ന്. അതുപോലെ പക്ഷികൾ വിമാനങ്ങളൊക്കെ പറക്കുന്നത് ഏടാണ്, മേഘങ്ങളൊക്കെ ഒഴുകി നീങ്ങുന്നത് നമ്മൾ ആകാശത്തിലൂടെയാണ് എന്ന് പറയും. പക്ഷേ ആകാശത്തിലൂടെയല്ല, ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് കേട്ടോ. പിന്നെ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ബഹിരാകാശത്തുമാണ്. ദ സ്പേസ് ഈസ് ദ ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ബഹിരാകാശം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായു ഇല്ലാത്ത സ്ഥലമാണ് ബഹിരാകാശം. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് വി ഫീൽ ദാറ്റ് ഓൾ ദ സെലസ്റ്റിയൽ ബോഡീസ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ. ഈസ് ഇറ്റ് റിയലി ലൈക്ക് ദാറ്റ്? ഡിസ്കസ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ചർച്ച ചെയ്യൂ. ആകാശത്തിലെ ഓരോ ഗോളങ്ങളും ഭൂമിയിൽ നിന്ന് ഓരോ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഓരോ ഗോളവും ഒരേ പ്രതലത്തിലായിരിക്കില്ല അല്ലേ? ഈച്ച് സ്ഫിയർ ഇൻ ദ സ്കൈ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത്. സോ നോട്ട് എവറി സ്ഫിയർ സീൻ ഫ്രം ദ എർത്ത് ഈസ് ഓൺ ദ സെയിം സർഫേസ്. നോക്കിക്കേ, ഇവിടെ ഭൂമിയിൽ നിന്നുള്ള അകലം അനുസരിച്ച് ചില ആകാശഗോളങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൽഫ സെഞ്ചുറി എ ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 16 lakh എർത്ത്സ് 40 lakh crore കിലോമീറ്റർ ഫാർ ഫ്രം ദ എർത്ത് അല്ലേ? ആൽഫ സെൻറ്ററി എ ആണ് 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്ന വലുപ്പം. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ 3 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആൽഫ സെൻറ്റോറി. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്ര സമൂഹമാണിത്. നല്ല തിളക്കമുള്ള 2 നക്ഷത്രങ്ങളിലെ ഒന്നാണ് ആൽഫ സെൻറ്റോറി എ. മറ്റുള്ളവ ആൽഫ സെൻറ്റോറി ബി, ആൽഫ സെൻറ്റോറി സി എന്നറിയപ്പെടുന്നു. അടുത്തത് സൺ ആണ്, സൂര്യനാണ്. ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 13 lakh എർത്ത്സ് അല്ലേ? 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ്. 15 crore കിലോമീറ്റർ അവേ ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് എർത്താണ്, ഭൂമി. ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 50 മൂൺസ്. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ്. പിന്നെ മൂൺ ചന്ദ്രനാണ്. 3.84 lakh കിലോമീറ്റർ അവേ ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് മൂൺ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് സംസ് കൺസ്റ്റലേഷൻസ് അല്ലേ, സ്റ്റാർ ക്ലസ്റ്റേഴ്സ് അതായത് നക്ഷത്ര ഗണങ്ങളെ പരിചയപ്പെടാം. ദ ഹണ്ടർ, വേട്ടക്കാരൻ. ദിസ് ഈസ് എ കൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ഡസ്ക് ഇൻ ഡിസംബർ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത്. വെൻ ദ സ്റ്റാർസ് ആർ കണക്റ്റഡ് വി ക്യാൻ ഇമാജിൻ ദ ഷേപ്പ് ഓഫ് എ ഹണ്ടർ ആൻഡ് ഹെൻസ് ഗിവൺ ദ നെയിം ഹണ്ടർ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാവും. അമ്പും വില്ലൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാൻ പറ്റും. ദ ഗ്രീക്സ് ഗേവ് ദ name Orion to this constellation which is the name of a hunter in their mythology. അതായത് ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഒറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ഒറിയോൺ ട്ടോ. ഇനി വേറൊരു നക്ഷത്രഗണമാണ് സപ്തർഷികൾ. ദിസ് ഈസ് എ കൺസ്റ്റലേഷൻ ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എ ടെലസ്കോപ്പ്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് ഇത്. ദ നെയിം ഓഫ് സപ്തർഷിസ് വാസ് ഗിവൺ ബൈ ഇന്ത്യൻസ് ബിക്കോസ് 7 സ്റ്റാർസ് കുഡ് ബി സീൻ വെരി ക്ലിയർലി ഇൻ ദിസ് കൺസ്റ്റലേഷൻ. 7 നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. In European countries, it is known as the Big Dipper as it has the shape of a big spoon. It is a part of the constellation Ursa Major. യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ തവിയുടെ രൂപം സങ്കല്പിച്ചിട്ട് ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് മോർ കൺസ്റ്റലേഷൻ ലൈക്ക് ദിസ് ആൻഡ് ഡ്രോ ദം ഇൻ ദ സയൻസ് ഡയറി. ഇതുപോലെ കൂടുതൽ നക്ഷത്രഗണങ്ങളുടെ വിവരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ വരച്ചു ചേർക്കൂ.
അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെത് കൊടുക്കുന്നുണ്ട്. സെൻറ്റാറസ്, മലയാളത്തിൽ മഹിഷാസുരൻ എന്നാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഒരു നക്ഷത്രഗണമാണ് സെൻറ്റാറസ്, മലയാളത്തിൽ മഹിഷാസുരൻ എന്ന് പറയുന്നു. ഇത് വളരെ വലുതും പ്രകാശമാനം കൂടിയ നക്ഷത്രങ്ങൾ ഉള്ളതിനാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതുമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറി ഈ നക്ഷത്ര രാശിയിലാണ്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടോളമിയുടെ 48 ഗുണങ്ങളുള്ള ആധുനിക ഗണങ്ങളുള്ള പട്ടികയിലും ഇത് ഉൾപ്പെടുന്നു. ഗ്രീക്ക് പുരാണങ്ങളിലെ പകുതി മനുഷ്യൻ്റെയും പകുതി കുതിരയുടെയും രൂപമുള്ള സെൻറ്റോറുകളിൽ നിന്നാണ് ഈ പേര് സ്വീകരിച്ചത്. വലിയ നക്ഷത്രങ്ങളിലൊന്നായ HR 5171 ആകാശഗംഗയിലെ ഏറ്റവും തിളക്കം കൂടിയ ഗോളീയ താരവ്യൂഹമായ ഒമേഗ സെൻറ്റോറിയും ഇതിലാണുള്ളത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അവർ നോക്കി എഴുതണേ. അടുത്തത് ഹോഴ്സ് ഹെഡ് നെബുല. ബർണാഡ് 33 എന്നുകൂടി അറിയപ്പെടുന്ന ഹോഴ്സ് ഹെഡ് നെബുല ഒരു ഇരുണ്ട നിഹാരികയാണ്. ശബരൻ നക്ഷത്രഗണത്തിലെ ത്രിമൂർത്തികളിൽ കിഴക്കേ അറ്റത്ത് കിടക്കുന്ന അൽ നിദക് എന്ന നക്ഷത്രത്തിൻ്റെ ദിശയിലാണ് ഇതിൻ്റെ സ്ഥാനം. ഓറിയോൺ മോളിക്കുലർ ക്ലൗഡ് കോംപ്ലക്സ് എന്ന വലിയ ധൂളീപടലത്തിൻ്റെ ഭാഗമായ ഓറിയോൺ ബി ജയന്റ് മോളിക്കുലർ ക്ലൗഡ് ചെറിയ ധൂളീപടലത്തിൻ്റെ ഭാഗമാണിത്. 1888-ൽ സ്കോട്ടിഷ് വാനശാസ്ത്രജ്ഞനായ വില്യാമിന ഫ്ലമ്മിംഗ് ഹാർവാർഡ് കോളേജ് ഒബ്സർവേറ്ററിയിലാണ് ഇതിൻ്റെ ചിത്രം ആദ്യമായി എടുക്കുന്നത്. ഹോഴ്സ് നെബുല ഭൂമിയിൽ നിന്ന് ഏകദേശം 1500 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഇരുണ്ട ധൂളീപടലങ്ങൾ ഒരു കുതിര തലയുടെ രൂപത്തിൽ ദൃശ്യമാകുന്നത് കൊണ്ടാണ് ഇതിന് ഹോഴ്സ് ഹെഡ് നെബുല എന്ന് പേര് വന്നത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കി എഴുതുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പേജ് നമ്പർ 87 87 മുതൽ 92 92 വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 2 ആയിട്ട് അടുത്ത ഭാഗം ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.